രാവിലെ തന്നെ തുമ്പമ്മ റെഡിയായി നിൽക്കാൻ കേട്ടോ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇതാ രാവിലെ എണീറ്റ് വന്ന കോലമൊക്കെ തന്നെ ആണെങ്കിലും ലിപ്സ്റ്റിക്കിനൊരു കുറവില്ല, കാരണം അത് ഇട്ട ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക്. അതുകൊണ്ട് ആരും എന്നെ അതിനൊന്നും പറയരുത്. പിന്നെ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി അവളെ കൊണ്ടാക്കാൻ നിൽക്കണേ. അംഗനവാടി പോവേ അല്ല ലീവാക്കിയാലോ? പോണോ? ഓള് വഴി തെറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ ലീവ് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ നിൽക്കുമോ എന്നറിയണമല്ലോ. പക്ഷേ ഓൾക്ക് അംഗനവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് അറിയാം, റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഫുട്പാത്ത് എന്നുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, അതില്ല. അംഗനവാടി ഇത്ര തൊട്ടെടുത്താണ്, പക്ഷേ നമുക്ക് ഇത്രയും വളഞ്ഞ് ചുറ്റി വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവളെയും കൊണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറഞ്ഞാൽ വലിയൊരു ടാസ്ക്. നമ്മൾ റോട്ടുമേലാണ് നടക്കുന്നത്, വണ്ടിയൊക്കെ സൈഡിൽ കൂടെ ചും എന്നാണ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. എൻ്റെ വ്ളോഗ് എന്തായാലും അധികാരികളൊന്നും കാണൂല എന്നറിയാം, എന്നാലും ഞാൻ വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് പറയുന്നതാണ്. ഒന്നാമത് സ്കൂൾ സോണും കൂടിയല്ലേ, അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഫുട്പാത്ത് മസ്റ്റ് ആണ് അല്ലേ. വരുമായിരിക്കും. ഇവിടെ നിന്ന് കാണുന്നത് അവളെ കാണാൻ പറ്റുമോ? സാടെ എത്തിയ ഒരേറ്റ പോക്കാം. പിന്നെ തിരിഞ്ഞു പോയി നോക്കൂല. അവളെ കുടുംബത്തെ എന്താ പറയുക, തറവാട്ടിൽ കയറി ചെല്ലുന്ന ഫീൽ ആവും. പിന്നെ അമ്മ ഏത് ആരും എൻ്റെ ഓർമ്മ വേണ്ടേ ഓക്ക്? പാവം ഞാൻ. അങ്ങനെ നമ്മൾ അംഗനവാടി എത്തിയിരിക്കുകയാണ് ഗായ്സ്. പറഞ്ഞെടുത്ത് ആ അംഗനവാടീൻ്റെ ആ പടി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തി വലിയ ആളാണ് കേട്ടോ. കാരണം ഓളെ സ്ഥലം എത്തിയെന്നാണേ. അപ്പോൾ ഓളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, വന്നിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ചെരുപ്പൊക്കെ ഊരി വെച്ച് എല്ലാം അങ്ങനെ എല്ലാ കാര്യവും സ്വന്തക്ക് ചെയ്യും കേട്ടോ. കുട്ടികളൊക്കെ കണ്ടില്ലേ അംഗനവാടി ഉമ്മമാർ പോകുമ്പോൾ ടാറ്റ കൊടുക്കുന്നത്, ടാറ്റ കൊടുത്തും മതിയാവുന്നില്ലേ. ഈ സാധനം കണ്ടോ ഒരേറ്റ പോക്ക്. അപ്പം ഞാൻ വിളിച്ചതാ തുമ്പിയേ ഒന്ന് വിളിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു ടാറ്റ തന്നു, വേഗം പൊയ്ക്കോ എന്നുള്ള മട്ടിൽ. പിന്നെ ടീച്ചർക്ക് എന്തോ ഒന്നിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ടീച്ചർ അടുത്ത് എത്തിയാൽ പിന്നെ നമ്മളെ തുമ്പമ്മ ഒരു കുഞ്ഞിക്കുട്ടിയാണ് കേട്ടോ. വൈശാഖേട്ടനെയും കട്ടേനെയും ഒക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി ഞങ്ങൾ, പക്ഷേ ആപ്പ് അപ്ഡേറ്റ് ആവുന്നില്ല, അപ്പം ഇങ്ങോട്ട് ഓപ്പൺ ആയി കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കുട്ടികളൊക്കെ കരയുന്നത് കണ്ടില്ലേ, തുമ്പി നോക്കുക എന്തിനാ അവർ കരയുന്നത്, അംഗനവാടി വരുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടതെന്നായിരിക്കും. രാവിലത്തെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ട് സൈഡായി പോകും. അതുകൊണ്ട് ഞാൻ ഓളെ കൊണ്ടാക്കി വന്നിട്ട് മെഡിസിൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പണി പാളിന്നാ തോന്നി, ഞാൻ വേഗം തിരിച്ചു പോയി. വേഗം പോയിക്കോന്നു ചാച്ചാ. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ കൊണ്ടാക്കലൊന്നും എനിക്ക് നടക്കൂല കേട്ടോ. അതുകൊണ്ട് അതിന് കഴിക്കാൻ ഞാൻ അങ്ങനെ വേഗം വീട്ടിലേക്ക് നടന്നു കേട്ടോ. വീട്ടിലെത്തിയപാട് വേഗം മെഡിസിൻ എടുത്ത് കഴിച്ചു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയില്ല, നമുക്ക് അയേണും കാൽഷ്യം ഒക്കെ കഴിക്കാനുണ്ടാവും ഈ പ്രഗ്നൻസി ടൈമിൽ. പക്ഷെ ഒരിക്കലും അത് ഒരുമിച്ച് കഴിക്കരുത് കേട്ടോ. അതായത് അയേണും കാൽഷ്യം ഒരുമിച്ച് എടുക്കരുത്, കാരണം അയേണിൻ്റെ അബ്സോർപ്ഷൻ കാൽഷ്യം കുറയ്ക്കും. അതായത് നമ്മൾ അയൺ ടാബ്ലറ്റ്, അയൺ സപ്ലിമെൻറ്റ്സ് എന്ത് പ്രഗ്നൻസിയിൽ നല്ല എപ്പോഴാണെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ പാല് കുടിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് അയണിൻ്റെ അബ്സോർപ്ഷൻ വല്ലാണ്ട് കുറയ്ക്കും. അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മെഡിസിൻസ് കഴിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കഴിക്കാൻ. അങ്ങനെ ഞാൻ കഴിച്ചു. എനിക്കിഷ്ടമല്ല മെഡിസിൻ കഴിക്കാൻ, പക്ഷേ കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.